അബീസ് PSC വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് LGS എക്സാമിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാൾ മാർക്സിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയതാരാണ്? ഒരു ഇന്ത്യൻ ഭാഷയിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് തയ്യാറാക്കിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായിട്ട് കാൾ മാർക്സിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, എൻ മഗജെ അതൊരു കൃതിയാണ്. ആ കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എൻഡോസൾഫാൻ ദുരന്തമാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. എൻ മഗജെ എന്ന കൃതി എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്ക ആണ് ആൻസർ. അന്റാർട്ടിക്ക സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴയാണ്. അടുത്തത്, കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് IAS പരീക്ഷ ജയിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് IAS പരീക്ഷ ജയിച്ച ആദ്യത്തെ വ്യക്തിയാണ് ശ്രീ ധന്യ സുരേഷ് ആണ്. പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയും IAS പരീക്ഷ ജയിച്ചത് ശ്രീ ധന്യ സുരേഷാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോയാണ് വരച്ചത്. അടുത്തത്, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. അടുത്തത്, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണെന്നാണ് ചോദ്യം. സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയായിരുന്നു? VS അച്യുതാനന്ദൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനെയും ആണ്. അടുത്തത്, ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണെന്നാണ് ചോദ്യം. അത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. ആൻസറായിട്ട് വരുന്നത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. നദികൾ ഗംഗയും യമുനയുമാണ്. അടുത്തത്, കീബുൾ ലംജാവോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. കീബുൾ ലംജാവോ എന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. അടുത്തത്, സാംഗായ് മാനുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഏതാണ്? സാംഗായ് മാനുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം കീബുൾ ലംജാവോ നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞതാണ് അല്ലേ? കീബുൾ ലംജാവോയിലാണ് ദേശീയോദ്യാനമാണ്. അത് മണിപ്പൂരിലാണ്. അടുത്തത്, ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മേയോ പ്രഭുവാണ്. ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി മേയോ പ്രഭുവാണ്. അടുത്ത ചോദ്യം, ഓവൻ മേരി ഡിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ഓവൻ മേരി ഡിത്ത് ഇങ്ങനെ അറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ഓവൻ മേരി ഡിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കീബുൾ ലംജാവോ ആണ്. ദേശീയോദ്യാനമാണ് മണിപ്പൂരിലാണ്. ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കീബുൾ ലംജാവോ. അതെവിടെയാണ്? മണിപ്പൂർ. നേരത്തെ നമ്മൾ നോക്കിയതായിരുന്നു അല്ലേ? അടുത്ത, മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. എന്നാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ്. അടുത്തത്, സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അടുത്തത്, റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. അത് റോമൻ ദേവതയാണ്. റോമൻ ദേവതയുടെ പേരിൽ അറിയപ്പെടുന്നത് ശുക്രനാണെങ്കിൽ ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹത്തെയാണ്. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ ഡാം അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. നാഗാർജുന സാഗർ ഡാം കൃഷ്ണയിലാണ്.
ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാറാണ്. ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാർ. അടുത്തത് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചതാരാണ്? വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അടുത്തത് ഭരത് അവാർഡ് ലഭിച്ച മലയാളത്തിലെ ആദ്യ സിനിമാ നടൻ PJ ആൻ്റണി. ഭരത് അവാർഡ് ലഭിച്ച മലയാളത്തിലെ ആദ്യ സിനിമാ നടനാണ് PJ ആൻ്റണി. 1857 ഒന്നാം സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു ആണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. അടുത്തത് ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? വർഷം 1959 സെപ്റ്റംബർ 15. അടുത്തത് ജൈവ കൃഷിയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ആരാണ്? ജൈവ കൃഷി രീതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് സർ ആൽബർട്ട് ഹോവാർഡ് ആണ്. ആൽബർട്ട് ഹോവാർഡ് ജൈവ കൃഷി രീതിയുടെ പിതാവ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരാണ്, മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം തിരൂര്, മലപ്പുറം ജില്ല. അടുത്ത സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആരാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത് കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം താപനിലയം ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ നേരത്തെ വേറൊരു ചോദ്യം പഠിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയാണ്. ഇതിപ്പോൾ കായംകുളം താപനിലയം ആലപ്പുഴയാണ്. അടുത്തത് കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ വ്യവസായം ഏത് ഭാഷയിലേതാണ്? തമിഴാണല്ലേ. കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ വ്യവസായം ഏത് ഭാഷയിലേതാണെന്ന് ചോദിച്ചാൽ അത് തമിഴാണ്. അടുത്തത് ഗൗരി അമ്മയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗൗരി അമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ഗൗരി അമ്മയുടെ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്രയാണ്. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അടുത്തത് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? സിനിമ ആക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. അത് എഴുതിയത് CV രാമൻ പിള്ളയാണ്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയും അത് എഴുതിയത് CV രാമൻ പിള്ളയുമാണ്. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ കാശ്മീരി മാനുകളുടെ സംരക്ഷിത കേന്ദ്രം ഏതാണ്? കാശ്മീരി മാനുകളുടെ സംരക്ഷിത കേന്ദ്രം ശ്രീനഗറിലാണ്. ആ സംരക്ഷിത കേന്ദ്രത്തിൻ്റെ പേര് കാശ്മീരി മാനുകളുടെ സംരക്ഷിത കേന്ദ്രമാണ് ഡച്ചിങ് ഗാം നാഷണൽ പാർക്ക്. ഡച്ചിങ് ഗാം നാഷണൽ പാർക്ക് അതെവിടെയാണ്? ശ്രീനഗറിലാണ്. ഓക്കെ. അടുത്തത് 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മിഭായ് ഏത് പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു? ഝാൻസിയിലെ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിഭായ്. അടുത്തത് സംഗീതത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദം ഏതാണ്? സംഗീതത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദമാണ് സാമവേദം. സംഗീതത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദം സാമവേദം. അടുത്തത് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P. കുഞ്ഞനന്ദൻ നായരാണ്. P. കുഞ്ഞനന്ദൻ നായർ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷമാണ് ചോദിക്കുന്നത്. കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം 1925 1925. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. അടുത്തത് ഗാന്ധാര കല പ്രചാരം നേടിയത് ആരുടെ ഭരണകാലത്താണ്? ഗാന്ധാര കല കനിഷ്കൻ്റെ ഭരണകാലത്താണ് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ദാദാഭായ് നവറോജി. അടുത്തത് സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ അഫ്നോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഫ്നോളജി. സുമാത്ര ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുമാത്ര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്തത് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. തൊട്ടടുത്ത പരീക്ഷയിൽ ചോദിച്ചതേ ഉള്ളൂ ഈ ചോദ്യം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്, ലണ്ടൻ. അടുത്തത് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഒറാങ് ദേശീയോദ്യാനമാണ്. ഒറാങ് ദേശീയോദ്യാനമാണ് മിനി കാസിരംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എവറസ്റ്റിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം ഏതാണ്? അത് നേപ്പാളാണ്, നേപ്പാൾ. അടുത്ത ചോദ്യം, മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാ? ബാലഗംഗാധര തിലകനാണ്, ബാലഗംഗാധര തിലകൻ. കുഞ്ഞോനച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? കുഞ്ഞോനച്ചൻ ഏത് കൃതിയിലുള്ളതാണ്? അരനാഴിക നേരം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. അടുത്തത്, മകരന്ത് എന്ന തൂലികാനാമത്തിൽ എഴുതിയ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ, മദൻ മോഹൻ മാളവ്യ മകരന്ത്. 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് ആരാണ്? ഷൗക്കത്ത് അലിയാണ്, ഷൗക്കത്ത് അലിയാണ് ഒപ്പമുണ്ടായിരുന്നത്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വർഗസമരമായിരുന്നു ഇതുവരെ. നാളെ അത് യുവാക്കളും വൃദ്ധരും തമ്മിലായിരിക്കും എന്ന പ്രവചനം നടത്തിയ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? അമർത്യ സെന്നാണ് ഇങ്ങനെ പ്രവചനം നടത്തിയത്. അടുത്തത്, കടലിനടിയിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം ഏതാണ്? കടലിനടിയിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം മാലിദ്വീപാണ്, മാലിദ്വീപ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ തന്നെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് അത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ് അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചോദ്യമാണ്. അടുത്ത ചോദ്യം, കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനം കേരളമാണ്. പിന്നീട് നമ്മൾ എന്തായിരുന്നു നോക്കിയത്? ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പാലക്കാടാണ് നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ദേശസേവികാ സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിൽ ദേശസേവികാ സംഘം എന്ന സംഘടന രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ്, അക്കമ്മ ചെറിയാൻ. അടുത്തത്, ദയാവധം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ദയാവധം നടപ്പിലാക്കിയ ആദ്യ രാജ്യമാണ് നെതർലൻഡ്. ദയാവധം നടപ്പിലാക്കിയ ആദ്യ രാജ്യം നെതർലൻഡാണ്. അടുത്തത്, ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലെ തനതായ നൃത്തരൂപമാണ് ഭരതനാട്യം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരിക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഭാരതീയരോട് ഇങ്ങനെ ആഹ്വാനം ചെയ്ത ധീരദേശാഭിമാനി ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരിക, പകരം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇങ്ങനെ പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്, സുഭാഷ് ചന്ദ്രബോസ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? അഷ്ഫാഖ് ഉല്ലാ ഖാൻ്റെ വാക്കുകളാണ്, അഷ്ഫാഖ് ഉല്ലാ ഖാൻ. അടുത്തത്, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ KP കേശവ മേനോൻ ആരംഭിച്ച പത്രം ഏതാണ്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ KP കേശവ മേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച മലയാളി ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച മലയാളിയാണ് SK നായർ, SK നായരാണ്. അടുത്തത്, 1966 താഷ്കന്റ് കരാർ ഒപ്പിട്ട രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കന്റ് കരാർ ഒപ്പിട്ടത് 1966. 1966 താഷ്കന്റ് കരാർ ഒപ്പിട്ട രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പഠിച്ചു കഴിഞ്ഞു അല്ലേ? കരളാണ്, കരൾ. അടുത്തത്, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശാണ്. ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശ്. പഠിക്കാനും എളുപ്പമുണ്ടല്ലേ. അടുത്ത ചോദ്യം ഈ നോവൽ എസ്തേർ എന്ന കൃതിയുടെ രചയിതാവ്. ഈ നോവൽ എസ്തേർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സാറാ ജോസഫാണ്. സാറാ ജോസഫ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. തൊട്ടു മുൻപ് പഠിച്ച ചോദ്യം എന്തായിരുന്നു? ഈ നോവൽ എസ്തേർ എഴുതിയതാരായിരുന്നു? സാറാ ജോസഫ്. ഇപ്പോൾ പഠിച്ചത് എന്താണ്? കേരള പാണിനി AR രാജരാജവർമ്മ. അടുത്തത് കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്താണ്? കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്താണ്? ധൽ സേനാ ഭവൻ എന്നാണ്. ധൽ സേനാ ഭവൻ. എന്തിൻ്റെ ആസ്ഥാനമാണ്? കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ് ധൽ സേനാ ഭവൻ എന്നുള്ളത്. അടുത്തത് തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ്. തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ. ഓക്കെ അല്ലേ? അത്രയും ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെഫ്രി ചൗസർ ആണ്. ജെഫ്രി ചൗസർ ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ AK ഗോപാലൻ. അടുത്തത് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ അതൊരു നോവലാണ് കേട്ടോ. നോവൽ. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. അടുത്തത് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. പിറ്റി പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപിലാണ് കേട്ടോ. ലക്ഷദ്വീപിലാണ് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. പിറ്റി പക്ഷി സങ്കേതം എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? ലക്ഷദ്വീപിലായിരുന്നു അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും നമ്മളിതാ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇനി കപില എന്നുകൂടി അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? കപില എന്നുകൂടി അറിയപ്പെടുന്ന നദിയാണ്. കപില എന്നുകൂടി അറിയപ്പെടുന്ന നദി ഏതാണ്? കബനി നദിയെ കപില എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കബനി നദിയെ കപില എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലായിരുന്നു സ്വദേശാഭിമാനി പത്രം. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13 കേരള കായിക ദിനം ഒക്ടോബർ 13. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓർണിത്തോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. കേരളത്തിൽ നിന്നും ലോകസഭയിലെത്തിയ ആദ്യ വനിത. കേരളത്തിൽ നിന്ന് ലോകസഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രീനാണ്. ആനി മസ്ക്രീനാണ്. ലോകസഭ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ലോകസഭ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ്. ഇത് ആരുടെ വചനങ്ങളാണ്? വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൺ ആണ് ഇങ്ങനെ പറഞ്ഞത്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണ്? സോഫി തോമസ് ആണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറലാണ് സോഫി തോമസ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻഡൻ സർഫാണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ
സർഫാണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? വിൻഡൺ സർഫാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനിയാണ്. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചത് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണെന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? വിൻഡൺ സർഫാണ്. ഇപ്പം നമ്മൾ പഠിച്ചതോ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന ചോദ്യമാണ് നമ്മൾ പഠിച്ചത്. അതാരാണ്? JB കൃപലാനിയാണ്. ഇനി ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം ആയി തീർന്ന വർഷം ഏതാണ്? ഡൽഹി നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായി തീർന്ന വർഷം ഏതാണെന്നാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ആൻസർ 1911. അടുത്ത ചോദ്യം, ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ സൂര്യസെന്നാണ്. സൂര്യസെന്നാണ് ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത്. സൂര്യസെൻ. അടുത്തത്, കേരളത്തിൻ്റെ തനത് നൃത്തകല ഏതാണ്? കേരളത്തിൻ്റെ തനത് നൃത്തകലയാണ് മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് നൃത്തകലയാണ് മോഹിനിയാട്ടം. അടുത്തത്, കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഫുട്ബോളാണ്. കമല ഗുപ്ത ട്രോഫി ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു ഏത് ഗണിതശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണിത്? സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്നുള്ളത് പൈതഗോറസിൻ്റെ വാക്കുകളാണ്. പൈതഗോറസ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതിയാണ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി, അത് പാലക്കാടാണ്. ഗുഡ് എർത്ത്, ദ ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? പോൾ എസ് ബക്കാണ്. ഗുഡ് എർത്ത് എന്നുള്ള പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ എസ് ബക്കാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് രംഗനാഥ മിശ്ര. അടുത്തത്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവാരാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് KS മണിലാലാണ്. KS മണിലാൽ. അടുത്തത്, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ്? തമിഴാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധ ആഹ്വാനം മുഴക്കി ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥമാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗമാണ് ജിറാഫാണ്. അടുത്തത്, കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാനെയാണ് കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷമാണ് 1991. ഇന്ത്യയിലെ 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മഹാഭാരതമാണ്. ഇന്ത്യയിലെ 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാഭാരതമാണ്. സെല്ലുലാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെല്ലുലാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പോർട്ട് ബ്ലെയറിലാണ്. പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ്. ധ്രുവ് ബത്ര പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ്? ധ്രുവ് ബത്ര പുരസ്കാരം ഹോക്കിയുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് കേട്ടോ. അടുത്തത്, ചിലപ്പതികാരം എന്ന കൃതി ആരാണ് രചിച്ചത്? ഇളങ്കോവടികളാണ്. ചിലപ്പതികാരം എന്ന കൃതി രചിച്ചത് ഇളങ്കോവടികളാണ്.
പഴശ്ശിരാജ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കോഴിക്കോടാണ്, കോഴിക്കോട്. പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് LGSൻ്റെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. കൂടാതെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ഗുഡ് ബൈ.